Assumptions of the law of variable proportion. The law of variable proportion is valid when the following conditions are fulfilled. First one, the technology remains constant. If there is any improvement in the technology due to inventions, the average and marginal product will increase instead of decreasing. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ദ ടെക്നോളജി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. നമുക്കിപ്പോൾ നമ്മുടെ പ്രസൻറ്റ് ജനറേഷനിൽ ടെക്നോളജി എത്രത്തോളം അഡ്വാൻസ്ഡ് ആണ് എന്നുള്ളത് നമുക്ക് അറിയാം. ഈവൻ ദോ നമ്മളുടെ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്നുള്ളത് ഷോർട്ട് ടേൺ ബേസിസിലാണെങ്കിലും നമ്മൾക്ക് ടെക്നോളജീസിൽ സഡൻ ആയിട്ടുള്ള ചേഞ്ചസ് ഒന്നും വരുത്താൻ സാധിക്കില്ല. അങ്ങനെ ഇൻ കേസ് എന്തെങ്കിലും ഇംപ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ അത് ആവറേജ് ആൻഡ് മാർജിനൽ പ്രോഡക്റ്റിനെ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക ഇൻസ്റ്റെഡ് ഓഫ് ഡിക്രീസിങ്. സെക്കൻഡ് വൺ, ഓൺലി വൺ ഇൻപുട്ട് ഫാക്ടർ ഈസ് വേരിയബിൾ ആൻഡ് അതർ ഫാക്ടേഴ്സ് ആർ കെപ്റ്റ് കോൺസ്റ്റൻറ്റ്. ഈ സെക്കൻഡ് അസംഷൻ എക്സാക്റ്റ് ആയിട്ട് നമ്മുടെ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനെയാണ് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഓൺലി വൺ ഇൻപുട്ട് ഫാക്ടർ ഈസ് വേരിയബിൾ, അതായത് ഒരു ഫാക്ടർ മാത്രമായിരിക്കും വേരിയബിൾ ആയിട്ടുണ്ടാവുക. ഓൺ ദ അതർ ഹാൻഡ് അതർ ഫാക്ടേഴ്സ് ആർ കെപ്റ്റ് കോൺസ്റ്റൻറ്റ്, അതായത് മറ്റുള്ള ഫാക്ടേഴ്സ് ഫിക്സ്ഡ് ആയിരിക്കും. തേർഡ് അസംഷൻ, all the units of the variable factors are homogeneous. ഹോമോജീനിയസ് എന്ന് വെച്ചാൽ ഐഡൻറ്റിക്കൽ അല്ലെങ്കിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നതായിരിക്കും. സോ ഇതിൽ മെയിൻ ചെയ്യുന്നത് വേരിയബിൾ ഫാക്ടേഴ്സ് നമ്മൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നതായിരിക്കും. ഫോർത്ത് വൺ, ഇറ്റ് ഈസ് പോസിബിൾ ടു ചേഞ്ച് ദ ഫാക്ടർ പ്രൊപ്പോർഷൻ. ഇതിപ്പോൾ എങ്ങനെ പറയാമെന്ന് വെച്ചാൽ നമ്മളുടെ കയ്യിൽ വേരിയബിൾ ഫാക്ടേഴ്സും ഉണ്ട്, ഫിക്സ്ഡ് ഫാക്ടേഴ്സും ഉണ്ട്. അതിപ്പോൾ 1:1 അല്ലെങ്കിൽ 2:2 എന്നുള്ള റേഷ്യോയിലാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വേരിയബിൾ ഫാക്ടേഴ്സിൽ ചേഞ്ച് വരുത്തുന്ന സമയത്ത് ഈ റേഷ്യോസിൽ ചേഞ്ച് വരും. അതാണ് ഇവിടെ പറയുന്നത് ഇറ്റ് ഈസ് പോസിബിൾ ടു ചേഞ്ച് ദ ഫാക്ടർ പ്രൊപ്പോർഷൻ. ഫിഫ്ത്ത് അസംഷൻ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ സ്കേർസ്. നമ്മുടെ എക്കണോമിയുടെ ഒരു സെൻട്രൽ പ്രോബ്ലം എന്ന് വെച്ചാൽ എന്താണ്? ഹ്യൂമൻ വോൺസ് ആർ അൺലിമിറ്റഡ് വെയർ ദ റിസോഴ്സസ് ടു സാറ്റിസ്ഫൈ ദീസ് നീഡ്സ് ആർ ലിമിറ്റഡ്. എന്ന് വെച്ചാൽ ഹ്യൂമൻ വോൺസ് അൺലിമിറ്റഡ് ആണ്, അതേസമയം ഈ വോൺസ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള റിസോഴ്സസ് നല്ലോണം കുറവാണ്. അതുപോലെ തന്നെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ ലാൻഡ്, ലേബർ, ഓർഗനൈസേഷൻ, ക്യാപിറ്റൽ. അപ്പോൾ ഇതെല്ലാം സ്കേർസ് ആണ്, അതായത് ലിമിറ്റഡ് ആണെന്നാണ് ഈ ഒരു അസംഷനിൽ പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് അസംഷൻ, ദ ലോ ഓപ്പറേറ്റ്സ് ഇൻ ദ ഷോർട്ട് റൺ. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ലോ ഷോർട്ട് റൺ പീരീഡിൽ മാത്രമേ ഓപ്പറേറ്റ് ചെയ്യുള്ളൂ, ലോങ് റൺ പീരീഡിൽ ഓപ്പറേറ്റ് ചെയ്യില്ല എന്നാണ് ഈ ഒരു അസംഷനിൽ പറയുന്നത്. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്, വൈ ഡസ് ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ഓപ്പറേറ്റ്സ്. ഇതെന്താണെന്ന് വെച്ചാൽ ഈ കോൺസെപ്റ്റ്, അതായത് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്നുള്ള കോൺസെപ്റ്റ് വരാനുള്ള കാരണം എന്തിൻ്റെ ബേസിസാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടോപ്പിക്ക് വരാനുള്ളത് എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിൽ പറയാൻ പോകുന്നത്. ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ഓപ്പറേറ്റ്സ് ഓൺ അക്കൗണ്ട് ഓഫ് ദ ഫോളോയിങ് റീസൺ. എന്തൊക്കെയാണ് ആ റീസൺസ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഇംപെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. ദർ ഈസ് എ ലിമിറ്റ് ടു ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് വൺ ഫാക്ടർ ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ അനദർ. In other words, two factors are not perfect substitutes. For example, in the construction of buildings, capital cannot substitute labor fully. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്ന് വെച്ചാൽ എന്താണ്? ഒന്നില്ലെങ്കിൽ മറ്റൊന്ന്, അതിനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇംപെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്, അതായത് ഒന്നിന് പകരം നമ്മൾക്ക് ഇത് യൂസ് ചെയ്യാമെന്ന് 100% ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് ലാസ്റ്റ് എക്സാമ്പിളിൽ പറയുന്നത് ക്യാപിറ്റൽ കനോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ലേബർ ഫുള്ളി. നമ്മൾക്ക് ക്യാപിറ്റൽ ഇല്ല വെച്ചതുകൊണ്ട് അതിനെ ലേബർ വെച്ച് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. സെക്കൻഡ് വൺ, സ്കേഴ്സിറ്റി ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഔട്ട്പുട്ട് ക്യാൻ ബി ഇൻക്രീസ്ഡ് ഓൺലി ബൈ ഇൻക്രീസിങ് ദ വേരിയബിൾ ഫാക്ടേഴ്സ്. In short run, certain factors like land and capital are scarce. This leads to diminishing marginal productivity of the variable factors.
ഇതിൽ പറയുന്നത് നമ്മൾ അസംഷനിൽ പറഞ്ഞ അതേ തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ സ്കേഴ്സ്, അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ഇതൊക്കെ ഷോർട്ട് റണ്ണിൻ്റെ കേസിൽ വരുമ്പോൾ നല്ലോണം ലിമിറ്റഡ് ആയിരിക്കുമെന്നാണ് പറയുന്നത്. തേർഡ് വൺ, economies and diseconomies to scale. The internal and external economies of large scale production are available as production is expanded. Therefore, average cost goes on diminishing. ഇതിൽ ആദ്യം എക്കണോമീസ് ടു സ്കെയിൽ. നമ്മൾ പ്രൊഡക്ഷൻ്റെ സമയത്ത് കോസ്റ്റ് റെഡ്യൂസ് ചെയ്ത് വോളിയം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ടാവും. ആ അഡ്വാൻറ്റേജസിനെയാണ് എക്കണോമീസ് ടു സ്കെയിൽ. അതേപോലെ ആ സമയത്ത് ഉണ്ടാവുന്ന ഡിസഡ്വാൻറ്റേജസിനെയാണ് നമ്മൾ ഡിസെക്കണോമീസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്. ഫോർത്ത് വൺ, സ്പെഷ്യലൈസേഷൻ. ദ സ്റ്റേജ് ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് കംസ് ഇൻ ടു ഓപ്പറേഷൻ when the limit to maximum degree of specialization reaches. സ്പെഷ്യലൈസേഷൻ എന്ന് വെച്ചാൽ നമ്മൾ അതിലൊരു എക്സ്പേർട്ട് ആവുക, അല്ലെങ്കിൽ നമ്മൾക്ക് അതിനെക്കുറിച്ച് ഡീപ്പസ്റ്റ് ആയിട്ടുള്ള നോളേജ് ഉണ്ടാവുക. അതിനെയാണ് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. The law of variable proportion is one of the most fundamental law of economics. The law of variable proportion is applicable not only to agriculture but also to other constructive industries like mining, fishing, etc. It is applied to secondary or tertiary sectors too. This law helps the management in the process of decision making. The law of variable proportion is a law of life. It can be applicable anywhere and everywhere. The application of this law are as follows. First one, basis of Malthusian theory of population. Second one, basis of Richardian theory of trend. Third one, basis of the marginal productivity theory of distribution. Fourth one, optimum production. Fifth one, price determination. Sixth one, explanation of disguised unemployment. And the last one, useful to developed and underdeveloped countries. So finally, we can conclude that the law of variable proportion is a universal law.